പ്രൈസ് ദി ലോർഡ്. ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 77-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് സാധിക്കുകയില്ല, നടക്കുകയില്ല എന്ന് നാം കരുതുന്ന, വിചാരിക്കുന്ന കാര്യങ്ങൾ അത് ലഭിച്ചു കഴിയുമ്പോൾ അത്ഭുതമായി നമ്മൾക്ക് തോന്നാം. അവിടുന്ന് തന്റെ പേര് തന്നെ അവൻ അത്ഭുത മന്ത്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവിടുന്ന് അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ യേശു ചെയ്ത പല പ്രവൃത്തികളും തന്റെ ശിഷ്യഗണത്തിനും അന്ന് ചുറ്റും കൂടിയ പുരുഷാരത്തിനും അത്ഭുതമായി തോന്നി. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശു ചെയ്ത അത്ഭുതങ്ങളെ കണ്ടവരാണ്. തിരുവചനം സൂക്ഷ്മമായി നാം പരിശോധിക്കുമ്പോൾ 139-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നു: അന്തരംഗങ്ങളെ നിർമ്മിച്ചവൻ, അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞവൻ, ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചവൻ, നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ദൈവപ്രവർത്തികൾ നമ്മുടെ ഉള്ളം നല്ലവണ്ണം അറിയുന്നതാണ് അത്ഭുതമെന്ന് പറയുന്നത്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, സങ്കീർത്തനക്കാരന്റെ ആശയത്തിൽ നമ്മുടെ ജന്മം തന്നെ ഒരു അത്ഭുതമാണ്. സങ്കീർത്തനക്കാരൻ മറ്റൊരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തും മാത്രം. ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിന്റെ ഉത്തരം പറയുകയാണ്: നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് അത്ഭുതമായി തോന്നുന്നു. എന്നാൽ ഇവയൊക്കെ ദൈവം അനുവദിച്ചു കൊടുത്തതാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കി. അതെ, പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. 17-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. അത്ഭുതത്തിന്റെ ഇടയിൽ കാരുണ്യവുമുണ്ട്. കാരുണ്യത്തിന്റെ നടുവിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ നിരാശയോടെ ആയിരിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതം ജീവിതത്തിൽ പ്രതീക്ഷിക്കുക. കാരണം നാം സേവിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് അത്ഭുത മന്ത്രിയോടാണ്. ഇപ്പോൾ ഭാരത്തോടിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു അത്ഭുതം ദൈവം പ്രവർത്തിക്കും. അത്ഭുതത്തിനായി കാത്തിരിക്കുക. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.